പട്ടാമ്പി നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി മുഹമ്മദ് മോഹസിൻ പത്രിക സമർപ്പിച്ചു. മേലെ പട്ടാമ്പിയിൽ നിന്നും പ്രകടനമായാണ് മുഹമ്മദ് മോഹസിൻ MLA പത്രിക സമർപ്പിക്കുവാൻ എത്തിയത്. നൂറുകണക്കിന് പ്രവർത്തകർ പ്രകടനത്തിൽ അണിനിരന്നു. İnkılap zindabad! İnkılap zindabad! LDF zindabad! LDF zindabad! LDF insanatı! LDF insanatı! LDF insanatı! Muhammed Mosin zindabad! Patampy Vinayakare! Patampy Vinayakare! മുഹമ്മദ് മോഹസിൻ MLAക്ക് കെട്ടിവെക്കുവാനുള്ള തുക നൽകിയത് പട്ടാമ്പി ഏരിയയിലെ ദേശീയ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ അംഗങ്ങളാണ്. പട്ടാമ്പി കാർഷിക വികസന മേഖലയിൽ നടന്ന ചടങ്ങിലായിരുന്നു തുക കൈമാറിയത്. തുടർന്നായിരുന്നു പ്രകടനത്തോടു കൂടിയുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് പ്രവർത്തകർക്കൊപ്പം മുഹമ്മദ് മോഹസിൻ MLA നീങ്ങിയത്. നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ. അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ. പട്ടാമ്പി ഭൂരേഖ തഹസിൽദാർക്കാണ് മുഹമ്മദ് മോഹസിൻ MLA പത്രിക നൽകിയത്. മുഹമ്മദ് മോഹസിൻ എന്ന ഞാൻ കേരള നിയമസഭയിലെ അംഗത്വം വഹിക്കുന്നതിന് ഒരു സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ നിയമമനുസരിച്ച് സ്ഥാപിതമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയോട് ഞാൻ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ഞാൻ നിലനിർത്തുമെന്നും ഭയഭക്തി പുരസ്സരം ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. CPI നേതാവ് പരമേശ്വരനും ഡമ്മി സ്ഥാനാർത്ഥിയായി പത്രിക നൽകിയിട്ടുണ്ട്. പട്ടാമ്പി മണ്ഡലത്തിൽ വലിയ വിജയപ്രതീക്ഷയാണ് ഉള്ളതെന്നും മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസനം തന്നെയാണ് ആത്മവിശ്വാസമെന്നും മുഹമ്മദ് മോഹസിൻ MLA പ്രതികരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോമിനേഷൻ സമർപ്പിച്ചു. വളരെ കുറഞ്ഞ ദിവസമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമുക്ക് നൽകിയിട്ടുള്ളത്. പ്രചരണത്തിനൊക്കെ ഇനി വളരെ വളരെ കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ. എങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയിലാണ്. ജനങ്ങളുടെ ഇടയിൽ കഴിഞ്ഞ 10 വർഷക്കാലം വ്യക്തിപരമായിട്ട് ഞാൻ ഉണ്ടായിട്ടുണ്ട്. വികസനമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും അതുപോലെ തന്നെ നമ്മുടെ മണ്ഡലത്തിലും നടപ്പിലാക്കിയ വികസനങ്ങൾ പരമാവധി എല്ലാ മേഖലയിലേക്കും വികസനം എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ വികസനത്തിന്റെ ഒരു മാപ്പ് അടക്കം നമ്മളിപ്പോൾ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞു. ആ വികസനം തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. പട്ടാമ്പിയിൽ നമുക്ക് ടൗൺ നവീകരണം നടക്കുന്നുള്ളൂ എങ്കിലും ടൗണിൽ എല്ലാ വർഷവും പെരുന്നാളാവുമ്പോൾ നമ്മൾ സാധാരണ കേൾക്കാറുള്ളത് വലിയ ബ്ലോക്കാണ്, തിരക്കാണ്, വാഹനങ്ങളുടെ ഗതാഗതക്കുരുക്ക്. എന്നാൽ ഇപ്രാവശ്യം അങ്ങനെ ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഒരു ഗതാഗതക്കുരുക്കും നമ്മൾ വാർത്തയാകുന്നത് കേട്ടില്ല. ഇതാണ് മാറ്റം. ഓരോ മേഖലയിലും അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വളരെ ശാസ്ത്രീയമായി പദ്ധതികൾ ആവിഷ്കരിച്ച് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അത് തരണം ചെയ്ത് പൂർത്തീകരിക്കുന്ന ഒരു പ്രവണതയാണ് പട്ടാമ്പി നടത്തിയിട്ടുള്ളത്. CPI ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ്, CPM പട്ടാമ്പി ഏരിയ സെക്രട്ടറി T ഗോപാലകൃഷ്ണൻ, OK സേതുരവി, NP വിനയകുമാർ, MN കരുണാകരൻ, അബ്ദുറഹ്മാൻ, മറ്റു ഘടകകക്ഷി നേതാക്കൾ ഉൾപ്പെടെയുള്ളവരും മുഹമ്മദ് മോഹസിനൊപ്പം പത്രിക നൽകാനുണ്ടായിരുന്നു.